ഗുരുവും. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിന്റെ മുഖ്യ അഡ്മിൻ ഉദയൻജി അവർകൾ, അധ്യക്ഷൻ പ്രതീഷ് ജി അവർകൾ, കോഓർഡിനേറ്റർ റജീജി അവർകൾ, മറ്റ് അഡ്മിൻ ടീം അംഗങ്ങളെ, എൻ്റെ ആത്മസഹോദരങ്ങളെ, മിത്രങ്ങളെ, അമ്മാമ്മമാരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് ജനുവരി 26, നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവ ദിനമായ ഇന്ന് രാവിലെ മുതൽ എല്ലാവരും വളരെയധികം സന്തോഷത്തിലും അതിലുപരി ആഹ്ലാദത്തിലുമാണെന്ന് എനിക്കറിയാം. ഈ ഉത്സവ ദിനത്തിൽ ഞാൻ ഈ ക്ഷേത്രമുറ്റത്ത് ഭഗവാന്റെ അനുഗ്രഹത്താൽ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ എൻ്റെ പ്രഭാഷണ വിഷയം ഭഗവാന്റെ ദീർഘവീക്ഷണം എന്നതാണ്. ആ പരമ്പൊരുളിന് ദീർഘവീക്ഷണം ഇല്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെയൊക്കെ അവസ്ഥ, ഇല്ലേ? 1856 ഓഗസ്റ്റ് 20 ചെമ്പനന്തിയിലെ വയൽവാരം വീട്ടിൽ ഭഗവാൻ ജനിച്ചത് തന്നെ വളരെ പ്രത്യേകതകളോട് കൂടിയായിരുന്നു. അതായത് ജനിച്ചു വീണപ്പോൾ പോലും ഭഗവാൻ കരഞ്ഞില്ല. കാരണം ഭഗവാന്റെ ജനനം നമ്മുടെ പ്രപഞ്ചത്തിന് തന്നെ ആവശ്യമായിരുന്നു. അന്നു മുതൽ 1928 സെപ്റ്റംബർ 20 ഭഗവാൻ സമാധിയാകുന്നത് വരെയുള്ള ഓരോ ദിനങ്ങളും ഈ പ്രപഞ്ച സത്യത്തെ നമ്മളിൽ എത്തിക്കുന്നതിനും നമ്മളിലെ കർത്തവ്യങ്ങളും ലക്ഷ്യങ്ങളും മനസ്സിലാക്കി തരുന്നതിനും അങ്ങനെ മാനവരാശിയും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിച്ചു. മാനവരാശിക്ക് എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റായി പോകും. പ്രപഞ്ചത്തിന്റെ എല്ലാ ജീവജാലങ്ങൾക്കുമായിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. ഒരു പീഡ എറുമ്പിനെ പോലും ആപത്ത് വരുത്തരുത് എന്ന് ചിന്തിക്കാൻ ആയിരുന്നു ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചത്. തീണ്ടലും തൊടിയിലുമുള്ള ആ കാലത്ത് ഭഗവാൻ ജാതിയോ മതമോ ഒന്നും നോക്കിയല്ല സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയത്. ഇതിന്റെ എല്ലാം പേരിൽ മുങ്ങിത്താണുകിടന്ന് നമ്മളെ കരം പിടിച്ച് മുകളിലെത്തിച്ചു. ഇന്ന് നമ്മൾ ആഴ്ചയിൽ കുറഞ്ഞത് 2 ദിവസമെങ്കിലും അമ്പലങ്ങളിൽ പോകാറുണ്ട്, ഇല്ലേ? അത് എങ്ങനെയാണ് സാധിച്ചത്? ആ പരമ്പൊരുൾ 1888 അരുവിപ്പുറത്ത് നമ്മൾക്കായി ഒരു ശിവപ്രതിഷ്ഠ നടത്തി. അന്ന് മുതലാണ് നമ്മൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചത്. വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു പ്രതിഷ്ഠയായിരുന്നു അത്. അതിന് ഭഗവാൻ വളരെ ലാഘവത്തോടെ പറഞ്ഞ മറുപടി നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ്. എന്നിട്ടോ അവിടെ ഭഗവാൻ എന്താണ് കുറിച്ചു വെച്ചത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന്. ജാതിയോ മതമോ ഒന്നുമല്ലാതെ എല്ലാവരിലെയും ഈശ്വര ചൈതന്യം കുടികൊള്ളുന്ന പ്രതിഷ്ഠയാണ് അവിടെ എന്ന് ഭഗവാൻ അരുളി. നമ്മളിൽ തന്നെയാണ് ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നത് എന്ന് കളവങ്കോട് കണ്ണാടി പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭഗവാൻ നമ്മൾക്ക് കാട്ടിത്തന്നു. ഭഗവാൻ നമ്മൾക്ക് ദേവാലയങ്ങൾ സ്ഥാപിച്ചു തന്നതിനു ശേഷം നമ്മൾക്ക് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു തന്നു. വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഭഗവാൻ ദേവാലയങ്ങൾക്കു ശേഷം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത്. അതായത് കുട്ടികൾക്ക് ആദ്യം വേണ്ടത് ആത്മീയ വിദ്യാഭ്യാസമാണ്. അതിനുശേഷമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. ഇന്ന് നമ്മൾ അത് ചെയ്യാറുണ്ടോ? ഇല്ല. പക്ഷേ നമ്മളെ ചെയ്യാത്തതായിട്ടുള്ളൂ. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരുടെ കുട്ടികൾക്ക് മതപഠനം അവരുടെ പള്ളിയിൽ നടത്താറുണ്ട്. എന്നാൽ എത്ര ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ കുട്ടികൾക്ക് ആത്മീയ പഠനം നടത്താറുണ്ട്? വിരലിലെണ്ണാവുന്നത് കാണുമായിരിക്കും, അല്ലേ? അതിൻ്റെ പോരായ്മ ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികളിൽ കാണാറുണ്ട്, ഇല്ലേ? മാതാ പിതാ ഗുരു ദൈവം, ഇതിൻ്റെ മഹത്വം ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല. അതിനാലാണ് ഞാൻ ഉൾപ്പെടുന്ന ഇന്നത്തെ കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ പ്രധാന കാരണം. കുറച്ചെങ്കിലും ഗുരുവിനെ അറിയാനും പഠിക്കാനും ശ്രമിച്ചാൽ നമ്മൾക്ക് നല്ലൊരു പാത തുറന്നു കിട്ടും എന്ന് യാതൊരു സംശയവുമില്ല. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ, സംഘടിച്ച് ശക്തരാകാൻ അരുളി ചെയ്ത ഭഗവാൻ അറിവുകൾ പകർന്നു നൽകി ശക്തരാകാൻ നമ്മൾക്ക് പറഞ്ഞു തന്നു. വരും നാളുകളിൽ ഇംഗ്ലീഷ് യുഗമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തന്റെ ശിഷ്യനായ ഡോക്ടർ പൽപ്പുവിനെ വിദേശത്ത് വിട്ട് ഇംഗ്ലീഷ് പഠനം പൂർത്തിയാക്കിച്ചു. അതും ഭഗവാന്റെ ദീർഘവീക്ഷണം തന്നെയാണ്. ഗുരുദേവൻ 37 പ്രതിഷ്ഠകൾ നടത്തി. അപ്പോൾ തന്ത്രിയാണോ? അല്ല. നിത്യപൂജ ചെയ്തു. അപ്പോൾ പൂജാരിയാണോ? അല്ല. അനേകം കാവ്യങ്ങൾ രചിച്ചു. അപ്പോൾ മഹാകവിയാണോ? അല്ല. ശരിക്കും നമ്മളിലെ ഈശ്വര ചൈതന്യമാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരു. സാമ്പത്തികത്തിന്റെ പേരിൽ വിദ്യാഭ്യാസം നിലച്ചു പോകാതിരിക്കാൻ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പാടാക്കിയതും ഈ പരമ്പൊരുൾ തന്നെയാണ്.
പ്രപഞ്ചം നിലകൊള്ളുന്ന കാലം എന്നുവരെയാണോ അന്നുവരെ തിളങ്ങി തന്നെ നിൽക്കും. അതാണ് എൻ്റെ ഭഗവാൻ ശ്രീനാരായണ ഗുരു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.